ബഹിരാകാശത്തെ ആദ്യത്തെ വിനോദസഞ്ചാരിയായി ഒരാൾ മാറിയിരിക്കുന്നു. ഗോപിചന്ദ് തോട്ടക്കുരയാണ്. അദ്ദേഹം ഇന്ത്യനാണ്. ആന്ധ്രാപ്രദേശിലെ വിജയവാഡ സ്വദേശിയാണ് ഈ ഗോപിചന്ദ്. ആമസോൺ ഉടമ ജെഫ് ബെസോസിൻ്റെ ബഹിരാകാശ കമ്പനി ബ്ലൂ ഒറിജിൻ്റെ ബഹിരാകാശ ദൗത്യത്തിലാണ് ഇദ്ദേഹം പോയത്. ഈ ദൗത്യം വിജയകരമാണ് എന്നാണ് മധു കൊട്ടാരക്കര റിപ്പോർട്ട് ചെയ്യുന്നത്. 6 അംഗ സംഘം ബഹിരാകാശ യാത്ര പൂർത്തിയാക്കി മണ്ണിലേക്ക് തിരിച്ചിറങ്ങിയെന്നും മധു കൊട്ടാരക്കര അമേരിക്കൻ തത്സമയം ചേർന്നുകൊണ്ട് പറയുന്നു. മധു കൊട്ടാരക്കര, ഗുഡ് മോർണിംഗ്. ഈ ദൗത്യം വിജയകരമായി എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് എസ് കെ. ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസിന്റെ ബ്ലൂ ഒറിജിൻ NS-25 ബഹിരാകാശ ദൗത്യമാണ് വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നത്. ഈ ദൗത്യത്തിലൂടെ നമുക്ക് ഏറെ അഭിമാനിക്കാം. ഇന്ത്യയിലെ ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരിയായി ആന്ധ്ര സ്വദേശിയും വ്യവസായിയും പൈലറ്റുമൊക്കെയായ ഗോപിചന്ദ് തോട്ടക്കുര ചരിത്രത്തിൽ ഇടം തേടിയിരിക്കുകയാണ്. ഇദ്ദേഹം ഉൾപ്പെടെ 6 അംഗ സംഘമാണ് ബഹിരാകാശ യാത്ര വിജയകരമായി പൂർത്തിയാക്കി ഇന്ന് ഭൂമിയിൽ സുരക്ഷിതമായി തിരിച്ചെത്തിയത്. ഇന്നലെ ഇന്ത്യൻ സമയം 7 മണിക്കായിരുന്നു ഈ ബ്ലൂ ഒറിജിൻ ബഹിരാകാശത്തേക്ക് കുതിച്ചുയർന്നത്. ബഹിരാകാശ അതിർത്തിയായി കണക്കാക്കപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്, കഴ്മാൻ ലൈൻ. അവിടേക്കായിരുന്നു ഈ യാത്ര. 11 മിനിറ്റ് കൊണ്ട് ഈ യാത്ര അവർ പൂർത്തീകരിച്ചു. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്ററോളം ഉയരത്തിലാണ് ഈ കഴ്മാൻ ലൈൻ സ്ഥിതി ചെയ്യുന്നത്. പേടകത്തിന്റെ ഏറ്റവും ഉയർന്ന സമയത്ത് യാത്രക്കാർക്ക് ഭാരമില്ലായ്മ അനുഭവപ്പെട്ടെന്ന് പറഞ്ഞു. അതുപോലെ ഈ വിൻഡോയിൽ കൂടെ അവർക്ക് ഭൂമിയിലെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. 90 വയസ്സുള്ള എഡ് വേറ്റ് എന്ന ഒരു ബഹിരാകാശ സഞ്ചാരിയും ഈ യാത്രയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു. എസ് കെ, ഡ്രൈവിംഗ് പഠിക്കും മുമ്പേ വിമാനം പറത്തുവാൻ പഠിച്ചയാളാണ് ആന്ധ്രയിലെ വിജയവാഡയിൽ ജനിച്ച ഗോപിചന്ദ് തോട്ടക്കുര. അറ്റ്ലാന്റയിലെ വലിയ ബിസിനസ് ചെയ്യുന്ന ഇദ്ദേഹം ഒരു വെൽനസ് സെന്റർ പ്രിസർവ് ലൈഫ് കോർപ്പറേഷന്റെ സഹസ്ഥാപകനാണ്. 1984 ഇന്ത്യൻ ആർമിയുടെ വിംഗ് കമാൻഡർ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്ത് പോകുന്ന ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയാണ് ഗോപിചന്ദ് തോട്ടുകര. ബ്ലൂ ഒറിജിന്റെ ആണെങ്കിൽ 7ാമത്തെ മനുഷ്യ ബഹിരാകാശ യാത്ര ആയിരുന്നു ഇന്നത്തേത്. ബഹിരാകാശ വിനോദസഞ്ചാരത്തിനായി ബ്ലൂ ഒറിജിൻ വികസിപ്പിച്ച പൂർണ്ണമായും പിന്നീട് ഉപയോഗിക്കാവുന്ന സബ് ഓർബിറ്റൽ ലോഞ്ച് വെഹിക്കിളാണ് ഈ ന്യൂ ഷെപ്പേർഡ്. ഇന്നത്തെ യാത്രയോടുകൂടി 37 പേരെയാണ് ഇതുവരെ ഇവർ ബഹിരാകാശത്ത് എത്തിച്ചിരിക്കുന്നത്. ഇതിന്റെ ഇപ്പോഴത്തെ ടിക്കറ്റിന്റെ പ്രൈസ് 3.5 മുതൽ 4 കോടി രൂപ വരെയാണ് എസ് കെ. മധുവിന് വേണ്ടി ഒന്ന് ട്രൈ ചെയ്യാം അല്ലേ, ഒരു യാത്രയൊന്ന് പോയി വരാൻ വേണ്ടി? എസ് കെ, തീർച്ചയായിട്ടും നമുക്ക് രണ്ടുപേർക്കും പോകാൻ. കാര്യം ബഹിരാകാശത്ത് ഒരു ബ്യൂറോ തുടങ്ങിയാൽ നല്ല നിലയിൽ എത്തിച്ചു കടങ്ങും, മുഴുവൻ നമുക്ക് കവർ ചെയ്യാം. ഓക്കെ. താങ്ക് യു മധു. എന്തായാലും മധുവിനെ ബഹിരാകാശത്ത് നിന്ന് മധു ഒരു റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ സ്വപ്നം കാണുന്നു. ഓക്കെ.